ഇന്നത്തെ എപ്പിസോഡ് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം, ആ ഒരു ടാസ്ക് രക്ഷിക്കാനായിട്ട് ആര്യനെ കൊണ്ട് പറ്റുമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞത് തന്നെ വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ശരിക്കും ആര്യനെ കൊണ്ടല്ല, ജിസേലിനെ കൊണ്ട് ആ ഒരു ടാസ്ക് രക്ഷിക്കാനായിട്ട് പറ്റുമായിരുന്നു. എങ്ങനെയാണെന്നല്ലേ, അനീഷ് ചെയ്ത പോലെ ആ ഒരു കാർഡ് എടുത്ത് പൂർണ്ണമായും വായിച്ച് ആ ഒരു ടാസ്ക് ഫോളോ ചെയ്താൽ മാത്രം മതിയായിരുന്നു. ജിസേലിന്റെ പെഡസ്റ്റലിലാണല്ലോ ആ ഒരു ബോക്സും അതേപോലെ തന്നെ ആ ഒരു കാർഡും ഉണ്ടായിരുന്നത്. അപ്പൊ ജിസേൽ ആ ജസ്റ്റ് അതെടുത്ത് തുറന്നൊന്ന് വായിച്ചാൽ മാത്രം മതിയായിരുന്നു. അപ്പോ ബിഗ് ബോസിന്റെ മെസ്സേജ് കണ്ടേനെ, നിങ്ങളെ തലമുണ്ടന ഒന്നും ചെയ്യണ്ട, 1000 പോയിന്റ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് അവിടെ കണ്ടേനെ. ബിഗ് ബോസിനെ പറ്റി ഇത്രയും അറിവുള്ള ഒരു വ്യക്തിയാണ് ജിസേല്, ഒരു തവണ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പോ ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിച്ച് 1000 പോയിന്റ് അന്നപ്പോ കൊണ്ട് തൊലയ്ക്കണ്ടായിരുന്നു എന്ന് തോന്നി. ഇതിപ്പം ജിസേല് നെഗറ്റീവുമായി, ജിസേലിന്റെ ഗെയിമും എക്സ്പോസ് ആയി, എന്നിട്ടാണ് 1000 പോയിന്റ് ലഭിച്ചിരിക്കുന്നത്. അതും അനീഷിന്റെ ഗെയിമിനായിട്ട് കൊടുത്ത ഒരു 1000 പോയിന്റ് എന്ന നിലയ്ക്കാണ് അവർക്ക് ഇപ്പൊ 1000 പോയിന്റ് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ ഓട്ടോമാറ്റിക്കലി ജിസേലിന്റെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഞാൻ ഈ ഒരു 1000 പോയിന്റുകൾ നേടാനായിട്ട് എന്റെ തല മുണ്ടനം ചെയ്യാൻ റെഡിയാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഹൗസ് മേറ്റ്സിലേക്കും പ്രേക്ഷകരിലേക്കും എത്തിക്കാന്ന് പറയുമ്പോൾ അവിടെ ജിസേല് സെൽഫ്ലെസ് ആയ ഒരു വ്യക്തിയായി. പക്ഷെ ഇവിടെ ജിസേൽ എന്താണ് ചെയ്തത്? ജിസേല് പറയുന്നത്, എന്റെ വസ്ത്രങ്ങൾ എന്തായാലും കിട്ടില്ല, കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറുള്ളവരുടെ വസ്ത്രങ്ങളാണ്, പിന്നെ ഭക്ഷണവും കിട്ടും. ഭക്ഷണം ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു, ഭക്ഷണത്തിന്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം ചെയ്യാതിരുന്നുള്ള ഒരു ലെയിം എക്സ്ക്യൂസ് ആണ് ജിസേൽ അടിച്ചത്. അപ്പൊ അങ്ങനെ ചെയ്തപ്പോൾ ജിസേൽ അവിടെ എക്സ്പോസ് ആവുകയാണ് ചെയ്തത്. ആ ഒരു ഗെയിം സത്യം പറഞ്ഞ ഒരു മൈൻഡ് ഗെയിം ആയിരുന്നു. ഓരോരുത്തരുടെയും ക്യാരക്ടർ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ഗെയിം അവിടെ എക്സ്പോസ് ആവുകയാണ് ചെയ്തത്.